ഞാനിപ്പോൾ ഉള്ളത് കാശ്മീരിലെ ശ്രീനഗറിലെ തുലിപ്പ് ഗാർഡനിലാണ്. വർഷത്തിൽ ഒരൊറ്റ തവണ മാത്രം തുറക്കുന്ന, ഏകദേശം ഒരു മാസത്തിന്റെ അകത്തായിട്ട് ഇത് തുറന്നു പൂട്ടും, പിന്നെ ഇത് തുറക്കില്ല. അപ്പൊ ഇതിന്റെ ഉള്ളിലെ കാഴ്ച, ഈ ഫ്ലവേഴ്സൊക്കെ നമുക്കൊന്ന് കാണാം. നല്ല അടിപൊളി സംഭവമാണ്. കാശ്മീരിൽ എന്തായാലും ഈ ഒരു ഏപ്രിൽ മാസത്തിലൂടെ വന്നെങ്കിലുള്ളൂ ഇത് കാണാൻ പറ്റുക. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഞാനിപ്പോൾ ഉള്ളത് ശ്രീനഗറിൽ. അത്യാവശ്യം നല്ല ഒന്ന് മഴ പെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ കാശ്മീരിലെ തുലിപ്പ് ഗാർഡൻ കാണാൻ പോവാണ്. തുലിപ്പ് ഗാർഡനിലേക്ക് കയറാനുള്ള വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലമാണിത്. ഒന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് പിന്നെ കുറച്ച് നടക്കണം, ഒരു 300 മീറ്ററോളം നടക്കണം. തുലിപ്പ് ഗാർഡനിലേക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വീൽ ചെയർ ഉണ്ട്. ശ്രീനഗറിൽ നല്ല മഴയാണ്, അതാണ് റോഡൊക്കെ നനഞ്ഞിറക്കുന്നുണ്ടല്ലേ. അതായത് ഐസ് പോകാനുള്ള ഒരു സമയമാണ് ഇപ്പോൾ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വീൽ ചെയർ. ഇതിന് 100 രൂപ കൊടുത്താൽ പാർക്കിൻ്റെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടുതരും. ഈ സൈഡായിട്ട് കംപ്ലീറ്റ് ഇവിടുത്തെ പട്ടാളക്കാർ കാവലാണ്. പ്രത്യേകിച്ചും ഈ തുലിപ്പ് സീസണിൽ ആണുള്ളത്, അല്ലാത്ത സമയത്ത് ഇവിടെ ഓപ്പൺ ആക്കൂലത്. ഈ തുലിപ്പ് ഗാർഡന്റെ പരിസരത്ത് 3 ഗാർഡൻ ഉണ്ട്. ഒന്ന് ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട്, പിന്നൊന്ന് ചേഷ്മ ഷാഹി, പിന്നൊന്ന് പരീമഹൽ. പിന്നെ അതിന് പുറമെ നമ്മളെ ഇവിടുത്തെ ഗവർണറുടെ രാജ്ഭവനും ഇവിടെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഞാൻ തുലിപ്പ് ഗാർഡന്റെ ഫ്രണ്ട് ഭാഗമാണ് ഈ കാണുന്നത്. മഴ പെയ്തിട്ടുള്ള ആ ഒരു നനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. രാവിലെ നേരത്തെ വന്നുകൊണ്ട് വലിയ തിരക്കില്ല, അല്ലെങ്കിൽ നല്ല തിരക്കായിരിക്കും. അപ്പോൾ എപ്പോഴും കുറച്ച് നേരത്തെ എത്തണം ഇങ്ങോട്ട് വരാൻ. മാർച്ച് 26 മുതൽ ഏപ്രിൽ 24 വരെയാണ് ഇത് ആകെ തുറക്കുക. ചിലപ്പോൾ മഴ കൂടുതൽ പെയ്തിട്ടുണ്ടെങ്കിൽ നേരത്തെ പൂട്ടുകയും ചെയ്യും ഇവിടെ, കാരണം തുലിപ്പൊക്കെ കൊഴിഞ്ഞു പോകും. അപ്പോൾ ഈ കാണുന്നതാണ് തുലിപ്പ് ഗാർഡന്റെ അകത്തേക്ക് കയറാനുള്ള എൻട്രൻസ്. അപ്പൊ നമുക്ക് ഈ തുലിപ്പ് ഗാർഡനിലെ കാഴ്ചകളൊക്കെ കാണാം. അപ്പൊ ഇനി നമുക്ക് തുലിപ്പ് ഗാർഡൻ കംപ്ലീറ്റ് കറങ്ങി കാണാം. ഇതിൽ അങ്ങനെയുണ്ട്. ഈ ഒരു വർഷത്തിൽ ഒരൊറ്റ തവണയാണ് ഇത് തുറക്കുക. ഇത് 74 ഏക്കറാണ് ഇത് ഈ ഒരു തുലിപ്പ് ഗാർഡൻ ഉള്ളത്. ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ തുലിപ്പ് ഗാർഡൻ എന്നാണ് ഇതിന്റെ പേര്. മുമ്പ് ഇതിന്റെ പേര് മോഡൽ ഫ്ലോറി കൾച്ചർ സെന്റർ എന്നായിരുന്നു. മഴ പെയ്തിട്ട് ഇവിടെ കയറി ചളിവിളി ആയിട്ടുണ്ട്. പ്രാവശ്യം കുറച്ച് നേരത്തെ തന്നെ മഴ പെയ്തിട്ടുണ്ട്. 74 ഏക്കറിൽ വ്യാപിച്ചെടുക്കുന്ന ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ തുലിപ്പ് ഗാർഡനാണ് ഇത്. ഇതിന്റെ ബാക്കിൽ ഒരു പർവ്വതനിരയുണ്ട്. അതാണ് സബർവാൻ പർവ്വതനിരയുടെ അടിത്തട്ടിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്ത്, എൻട്രൻസിന്റെ ഓപ്പോസിറ്റ് ഭാഗത്താണ് നമ്മുടെ ദാൽ തടാക നിൽക്കുന്നത്. ഇവിടെ ഈ തുലിപ്പിന് പുറമെ ഹോളണ്ടിലെ ലോകത്തിലെ ഏറ്റവും വലിയ തുലിപ്പ് ഗാർഡൻ ഹോളണ്ടിലാണ് ഉള്ളത്. അതിൻ്റെ പേരാണ് കോക്കൻഹോഫ്. ഞാൻ അവിടെ മുമ്പ് പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിരുന്നു. അവിടുത്തെ കുറേ ഫ്ലവേഴ്സും ഉണ്ട്. ഇവിടെ ഉണ്ട് ഹയാസിൻസ്, ഡാഫോഡിൽസ്, റാൻകുലാസ് എന്നൊക്കെ പറഞ്ഞ 46 ഇനം പൂക്കളും ഈ തുലിപ്പ് ഗാർഡനിലുണ്ട്. ഏകദേശം 75 ഇനം തുലിപ്പുകൾ ഉണ്ടെന്നാണ് കണക്കൂട്ടുന്നത്. ഇവിടെ 2007 ഇത് തുറന്നത്. ഇതിൻ്റെ ഉടമസ്ഥത നമ്മളെ ജമ്മു കാശ്മീർ സർക്കാർ തന്നെയാണ്. ഇത് നോക്കിയെടുത്തത് ഇവിടുത്തെ പുഷ്പകൃഷി വകുപ്പാണ്. ഈ കാശ്മീർ താഴ്വരയിലെ പുഷ്പകൃഷിയും വിനോദസഞ്ചാരവും പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ 2007 ഈ ഉദ്യാനം തുറന്നിട്ടുള്ളത്. മുമ്പ് ഇത് സിറാജ് ബാഗ് എന്ന് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. ഇതിൻ്റെ തുടക്കത്തിൽ ഏകദേശം 1.75 ദശലക്ഷം തുലിപ്പ് ബൾബുകൾ ഞാൻ നേരത്തെ പറഞ്ഞ ഹോളണ്ടിലെ ആംസ്റ്റർഡാമിലുള്ള ക്യൂക്കൻഹോഫ് തുലിപ്പ് ഗാർഡനിൽ നിന്നാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതൊരു പാസേജിന്റെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഒരേപോലെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഒരു ഭാഗം കണ്ടാൽ തന്നെ മറ്റേ ഭാഗം അതേപോലെ തന്നെ ഉള്ളത്. നമ്മളെ നിഷാദ് ഗാർഡനിലൊക്കെ ഉണ്ടാക്കിയിട്ടില്ലേ ചെടികൾ,
അതേപോലെ ഹാഫ് ഹാഫായിട്ട്. ഇതേപോലെ റോഡാണ്. ഇത് ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇതൊരു പാസേജ്, ഒരു ജംഗ്ഷനാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഈ തുലിപ്പ് ഗാർഡൻ ഉള്ളത് ഹോളണ്ടിലാണ്. കോക്കൻ ഹൂഫ് എന്ന് പറയും. ഞാൻ മുമ്പ് ഒരു എപ്പിസോഡ് ഇറക്കിയിരുന്നു. അത് നോക്കുമ്പോഴത്തേക്ക് വളരെ ചെറുത്, മറ്റേത് വലിയൊരു സംഭവമാണത്. അത് ഇതേപോലെ ഏപ്രിൽ മെയ് മാസങ്ങളിലെ തുറക്കുക. തുലിപ്പ് കണ്ട് മടുക്കുന്നില്ല, അതേപോലെ തുലിപ്പ് കണ്ടിട്ട് ഇങ്ങോട്ട് മടുക്കും. പക്ഷെ മറ്റുള്ള ഗാർഡനിലൊക്കെ പോയാൽ പലവിധ ഫ്ലവേഴ്സ് ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ ഈ ഒരു ഐറ്റം മാത്രമാണ് ഉള്ളത്. ഏകദേശം ഒരു മാസത്തിന്റെ ഉള്ളിലാണ് ഇത് തുറന്നിരിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ഇത് കംപ്ലീറ്റ് ഒരു വർഷം കംപ്ലീറ്റ് ക്ലോസ് ചെയ്തിടും. പിന്നെ അതിന്റെ പണിക്കാർ ഇതിന്റെ പ്രക്രിയയിലായിരിക്കും ഉണ്ടാകുക. പിന്നെ അടുത്ത മാർച്ച് ഇതാണ് ഇത് തുറക്കുക. മാർച്ച് ടു ഏപ്രിലാണ് ഇത് തുറക്കാറുള്ളത്. പിന്നെ അതിന് പുറമെ കാശ്മീരികളുടെ ഫെസ്റ്റിവൽ ഉണ്ട്, കാശ്മീരി ഫെസ്റ്റിവൽ. അതുകൂടി നടക്കുന്ന സമയമാണ് ഈ ഒരു സമയം. വ്യത്യസ്ത കളറുകളാണ്. കംപ്ലീറ്റ് വഴുക്കലാണ് മഴ പെയ്തിട്ട്. ഈ ഒരു സമയത്ത് ഇവിടെ മഴ ഉണ്ടാവും പൊതുവെ. ഇവിടെ തുലിപ്പിന് പറഞ്ഞ വേറൊരു സാധനം കൂടി ഉണ്ട്.
ഈ ഒരു ഭാഗത്ത് ഓരോ മരത്തിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ഒരു റൗണ്ടിൽ അങ്ങനെ ചെടികൾ വളർത്തിയിട്ടുണ്ട്, കണ്ടില്ലേ? ഈ ഒരു ഭാഗത്ത് ഇതേപോലെ അത് ഇവിടെ റെഡ് യെല്ലോ ഒരു സർക്കിളിൽ അങ്ങനെ വെച്ചിട്ടുണ്ട് ഇവിടെ അങ്ങനെ. ഈ കാണുന്ന ഒരു കുളമുണ്ട്, ഈ കുളത്തിന്റെ അപ്പുറം പിന്നെ ബോട്ടാണിക്കൽ ഗാർഡൻ ആണുള്ളത്. ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒന്നും കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഈ ഒരു സമയത്ത് എല്ലാവരും വരണം ഇവിടെ. വർഷത്തിൽ ഒരൊറ്റ തവണ മാത്രം തുറക്കുന്ന ഏകദേശം ഒരു മാസത്തിൻ്റെ അകത്തായിട്ട് ഇത് തുറന്നു പൂട്ടും, പിന്നെ ഇത് തുറക്കില്ല. അപ്പം ഇതിൻ്റെ ഉള്ളിലെ കാഴ്ച ഈ ഫ്ലവേഴ്സൊക്കെ നമുക്കൊന്ന് കാണാം. നല്ല അടിപൊളി സംഭവമാണ്. കാശ്മീരിൽ എന്തായാലും ഈ ഒരു ഏപ്രിൽ മാസത്തിലൂടെ ഒന്നെങ്കിലുള്ളൂ ഇത് കാണാൻ പറ്റുക. ഇങ്ങനെ വരിവരിവായിട്ട് നിൽക്കുകയാണ്. ഈ തുലിപ്പ് ഗാർഡനിൽ വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും അതിരാവിലെ വരെ ഒരു 8 മണിക്ക് വരിക, പിന്നെ വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ച് നടക്കണം. 75 രൂപയാണ് ഒരാൾക്ക് കയറാനുള്ള ചാർജ്. ഇപ്പം ചാർജ് കൂട്ടിയതാണ്, മുമ്പ് ഇത്രയൊന്നും ഇല്ലായിരുന്നു. മുമ്പ് 35 രൂപൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. ഞാനൊരു 5 വർഷം മുമ്പ് ഇവിടെ വന്നിരുന്നു. അപ്പോൾ അതാണ് കണ്ടില്ലേ. ജമ്മു കാശ്മീർ സർക്കാർ വിനോദസഞ്ചാരം വർദ്ധിപ്പിക്കുന്നതിനായി നടത്തുന്ന വാർഷിക വസന്തകാല ഉത്സവമാണ് ഈ തുലിപ്പുത്സവം. ഈ പൂന്തോട്ടത്തിലെ വിവിധതരം പൂക്കൾ ഈ സമയത്താണ് പ്രദർശിപ്പിക്കാറുള്ളത്. 2023 ഈ ഉദ്യാനം റെക്കോർഡ് സന്ദർശകരാണ് സ്വീകരിച്ചിട്ടുള്ളത്. അന്ന് ഏകദേശം 3,65,000 വിനോദസഞ്ചാരികൾ ഈ ഉദ്യാനം സന്ദർശിച്ചിട്ടുണ്ട്. അന്നത്തെ പിന്നെ വിദേശികളെ കണക്ക് 3,000 വിദേശികളടക്കം ആണ് മൊത്തം വിനോദസഞ്ചാരികളാണ് ഈ ഉദ്യാനം സന്ദർശിച്ചത്. ഇതൊരു വർഷത്തെ കണക്കിലല്ല, ഒരു വർഷത്തിലെ ഒരു മാസത്തെ കണക്കാണ്. എങ്ങനെയുണ്ട് നാഷണൽ സാഹിബ് നമ്മളെ തുലിപ്പ് ഗാർഡനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം? തുലിപ്പ് ഗാർഡനെ കുറിച്ച് പറയുകയാണെങ്കിൽ തുലിപ്പ് ഗാർഡനെ ഞാൻ കണ്ടതിൽ ഞാൻ കുറച്ചൊക്കെ ഇപ്പോൾ നിങ്ങളൊക്കെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്രയും മനോഹരമായിട്ട് തുലിപ്പ് ഗാർഡനെ സംരക്ഷിക്കുന്നത് കാശ്മീരിലാണെന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ കാണാൻ കഴിയുന്നത്. അപ്പൊ എല്ലാവരും ഇവിടെ ഒന്ന് കാണണം. തീർച്ചയായിട്ടും, എന്താ സംശയം, എല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ വിദേശങ്ങളിലല്ല ശരിക്കും പോകുന്നത്. നമ്മുടെ ഇന്ത്യയെ ആദ്യം എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം വിദേശങ്ങളിലേക്ക് പോകണമെന്നാണ് ഇപ്പം നമുക്കിത് കാണുമ്പോൾ തോന്നുന്നു. ഓക്കെ, തുലിപ്പ് ഗാർഡനിലും മഴ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ. ഞാനും ഇപ്പോൾ കുടയിലാണ്. സബർബൻ പർവ്വതനിരന്റെ മുകളിൽ നിന്ന് മൂടലുണ്ടല്ലേ. എവിടെ നോക്കിയാലും ഒരേ ടൈപ്പ് തന്നെ ഉള്ളത്, വേറെ മാറ്റമൊന്നുമില്ല.
മഴ പെയ്തിട്ട് ഞാനും കുടയിലാണുള്ളത് ഇതിലെ എല്ലാവരും കുട പിടിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ഏപ്രിൽ മാസം വരുന്ന സമയത്ത് കുട എഴുതാൻ മറക്കരുത്. അതെ, ആ നിൽക്കുന്നത് മഴ കൊണ്ട് നിൽക്കുകയാണ്. ഇതാണ് പുറത്തേക്കുള്ള വഴി. കയറുന്ന വഴി കൂടി ഇറങ്ങുക, ഇതിലേ കൂടി ഇറങ്ങുക. ഈ ഇതിലേ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ പാർക്കിങ്ങിന് അങ്ങോട്ടേക്ക് തന്നെ കുറച്ച് ദൂരമുള്ളൂ. എക്സിറ്റ് വഴി കൂടിയാണ് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ നടന്നു വരിക. നമ്മൾ വരുന്ന സമയത്ത് മുമ്പ് പട്ടാളക്കാരൊക്കെ നിന്നുണ്ടല്ലേ, അത് ഇതിൻ്റെ എക്സിറ്റ് ഭാഗമാണ്. മഴ പെയ്തിട്ട് ആകെ ഒരു വഴുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ 2 തരം ഇറങ്ങാം. ഇതിങ്ങനെ സ്റ്റെപ്പായിട്ട് അങ്ങനെ അങ്ങോട്ട് ഇറങ്ങി അങ്ങ് പോവുക. ഇതിൻ്റെ റൈറ്റ് സൈഡ് കണ്ടില്ലേ, മറ്റേ ഭാഗത്ത് ഇതുപോലെ റാമ്പ് കാര്യങ്ങളുണ്ട്, അതിൽ കൂടി വേണമെങ്കിൽ അങ്ങനെ ഇറങ്ങാം, ഓരോരുത്തരുടെ സൗകര്യം പോലെ. ഇതാണ് ഇറങ്ങുന്ന ഭാഗം. ഇതിൻ്റെ വലത് ഭാഗം ലാസ്റ്റ് ഭാഗമാണിത്. ഇവിടെയും കുറച്ചിങ്ങനെ തുരുപ്പുകളൊക്കെ നിൽക്കുന്നുണ്ട്. ഇതിലേ അങ്ങനെ വന്നിട്ട് അങ്ങോട്ടേക്കാണ് പുറത്തേക്ക് കിടക്കുന്ന ഗേറ്റ്. ഇതിലൂടെ പ്രവേശനമല്ല, ഇതാണ് റാമ്പ്. റൈറ്റ് സൈഡിലുള്ളത് നമ്മുടെ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി വരാം. മറ്റേ ഭാഗത്ത് ഇങ്ങനെ ഈ വീൽ ചെയറിലൊക്കെ ആർക്കെങ്കിലും കറങ്ങണമെങ്കിൽ കറങ്ങാം. വീൽ ചെയർ ഇതിനുള്ളിൽ കൂടി കറക്കുന്നുണ്ട്. 400 രൂപ കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് കറക്കി കാണിച്ചു തരും അവർ. അതിലിരുന്നാൽ മതി. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അങ്ങനെ പറ്റും. ഇപ്പം ഞാൻ പുറത്ത് കിടന്നിട്ടുണ്ട്. ഇപ്പോൾ ആളുകൾ അവിടെ നിന്ന് ഇങ്ങനെ വരുന്നുണ്ടല്ലേ, വന്നിട്ട് അങ്ങനെ നേരെ അങ്ങനെ അങ്ങോട്ടേക്ക് പോവും. അവിടെയാണ് ഇനി എൻട്രൻസ് ഉള്ളത്. അതിൻ്റെ മെയിൻ ഗേറ്റ് ആ ഭാഗത്താണുള്ളത്. ഏകദേശം ഒരു 1.25 മണിക്കൂറിൻ്റെ കംപ്ലീറ്റ് നമുക്ക് കറങ്ങി കാണാം. 1.5 ആണെങ്കിൽ സുഭിക്ഷമായിട്ട് ഇങ്ങനെ കാണാം. ഇപ്പം എല്ലാവരും അങ്ങോട്ട് പോകുന്നുണ്ടല്ലേ, പാർക്കിങ്ങിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നേരത്തെ വരണം, എന്നാൽ നല്ല സൗകര്യമാണ്. ഇപ്പം ഞാൻ പാർക്കിങ്ങിൽ എത്തിക്കുന്നത് കണ്ടല്ലേ. മുമ്പ് ഞാൻ പാർക്കിംഗ് കാണിച്ച സമയത്ത് വാഹനങ്ങൾ തീരല്ലല്ലോ. ഇപ്പോൾ കംപ്ലീറ്റ് നിറഞ്ഞിരിക്കുന്ന വാഹനങ്ങളെ കൊണ്ട് നല്ല തിരക്കാണ്. 8:50 ഞാൻ തുലിപ്പ് ഗാർഡനിലേക്ക് കയറിയത്. ഇപ്പോൾ സമയം 10:20 അയക്കുന്നത്. അതിൻ്റെ ഇടയിൽ കുറച്ച് റെസ്റ്റ് കാര്യങ്ങളൊക്കെ വഴിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് എപ്പോഴും വരികയാണ് നല്ലത്. 8 മണിക്ക് തന്നെ ഇത് ഓപ്പൺ ആക്കും. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.